ഒമാൻ കടലിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിവാദം കനക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയോട് മൗനം പാലിക്കുന്ന പ്രതിപക്ഷം ആരോപിച്ചു. ഫ്രാൻസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിഷേധം അറിയിക്കുമെന്ന് ചില സൂചനകൾ ലഭിക്കുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. അമേരിക്കയോട് പൊതുവെ ഒരു മൗന നിലപാടിലാണ് കുറച്ചു കാലമായി കേന്ദ്ര സർക്കാർ. ഇതിലെ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. അപ്പോൾ ഇവർ തമ്മിൽ കാണുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റുമായി കാണുമ്പോൾ പ്രധാനമന്ത്രി അത് പറയും എന്നൊരു ധാരണ പരക്കുന്നു. ശരിയാണോ? ഒരുപക്ഷെ ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാർ രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ ഇതിലെ അല്പം പരിക്ക് പറ്റിയ ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം ഇന്ത്യക്കാർ പലയിടത്തും കൊല്ലപ്പെട്ടു. അതിലേറ്റവും അവസാനം 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു, ഇന്ത്യൻ ജീവനക്കാരുള്ള. അതിൽ ആദ്യത്തെ കപ്പൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ 3 നാവികരാണ് കൊല്ലപ്പെട്ടത്. അവരുടെ USS എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് അവരുടെ ഹോർനെറ്റ് F-18 അയച്ച മിസൈലുകൾ ഏറ്റ് അവിടുത്തെ എഞ്ചിൻ റൂം തകർന്നു, തീ പിടിച്ചു. 24 പേരെ ഒമാൻ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒമാൻ നാവികസേനയാണ്. 3 പേർ കൊല്ലപ്പെട്ടു. അക്കാര്യത്തിൽ ഒരു മാപ്പ് പറയാൻ പോലും അമേരിക്ക തയ്യാറായില്ലെന്നല്ല അമേരിക്കൻ വിദേശകാര്യമന്ത്രി US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്, ഇതൊക്കെ ഉപരോധമൊക്കെ ലംഘിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന രീതിയിലാണ് പ്രതികരിച്ചത്. കടുത്ത പ്രതിഷേധവുമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം രംഗത്തിറങ്ങി. പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇന്ത്യ അന്താരാഷ്ട്ര ഫോറത്തിൽ ഇതിലെ പ്രതിഷേധം അറിയിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ പാരീസിൽ വെച്ച് കണ്ടുമുട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിഷേധം ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയിക്കുമെന്നാണ് ഏറ്റവും അവസാനം അറിയുന്നത്. എന്തായാലും ഇതൊരു വലിയ വിവാദമായിട്ട് കനത്തുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര തലത്തിലും പുറത്തും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.